ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന മൊഡ്യൂൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഫൈനൽ അക്കൗണ്ട്സിലെ 5 അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ കേസാണ് അല്ലേ. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കഴിഞ്ഞു, പ്രീപെയ്ഡ് എക്സ്പെൻസ് കഴിഞ്ഞു, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം കഴിഞ്ഞു, അൺഎക്സ്പെയ്ഡ് ഇൻകം കഴിഞ്ഞു. ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ഇങ്ങനെ 5 അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് പ്രോബ്ലം എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി ആറാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്കിനി ആറാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പോകാം. ആറാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേര് ബാഡ് ഡെറ്റ് എന്നാണ്. ബാഡ് ഡെറ്റ്, ബാഡ് ഡെറ്റ്, ഇതാണ് ആറാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേര്, ബാഡ് ഡെറ്റ്. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാക്കടം എന്ന് മലയാളത്തിൽ പറയും. അതായത് നമ്മൾ പൈസ പ്രതീക്ഷിച്ചിരിക്കുവാണ്. 2 രീതിയിലാവാം. ഒന്നുകിൽ നമ്മൾ കടം കൊടുത്തിരിക്കാം, പക്ഷേ ബിസിനസ്സിനെ സംബന്ധിച്ച് കടം കൊടുക്കുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് കടത്തിന് സാധനങ്ങൾ വിറ്റു, ആ ഒരു കോൺസെപ്റ്റാണ് നല്ലത് അല്ലേ. ഇപ്പോൾ സാധാരണഗതിയിൽ ബിസിനസ്സുകാർ കടം കൊടുക്കാൻ, ഇതിപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ അല്ലെ പിന്നെ ഈ കടം കൊടുക്കുന്ന ബാങ്കുകൾ വല്ലതും ആവണം. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. സാധാരണഗതിയിൽ കടം ആൾക്കാർ ഇങ്ങോട്ട് തരാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടാനുണ്ട്. ഡെറ്റർ എന്ന് പറയില്ലേ, നമുക്ക് പൈസ തരാനുള്ളവർ തരാതിരിക്കുന്ന സാഹചര്യമാണ് ബാഡ് ഡെറ്റ്. എനിക്ക് ഒരാൾ 5000 രൂപ തരാനുണ്ട്, എനിക്ക് ഒരാൾ 5000 രൂപ തരാനുണ്ട്. അയാൾ എനിക്ക് ആ പൈസ തരുന്നില്ല. അയാൾ എന്തുകൊണ്ടോ എനിക്ക് ആ പൈസ തരുന്നില്ല. ആ സമയത്ത് എനിക്ക് ആ 5000 രൂപ ബാഡ് ഡെറ്റായി, കിട്ടാക്കടം, ഇറിക്കവറബിൾ പോർഷൻ ഓഫ് ഡെറ്റേഴ്സ് എന്ന് പറയും. ഡെറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടാതെ പോകുന്ന പൈസ. എല്ലാ ഡെറ്റേഴ്സും പറ്റിച്ചുകൊണ്ട് പോകത്തില്ല. എത്ര രൂപയാണോ ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാത്തത്, അവർ തരാത്തത്, ഓക്കെ, അതിനെയാണ് നമ്മൾ ബാഡ് ഡെറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബാഡ് ഡെറ്റ്. ഈ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ചെലവല്ല. ഞാൻ എഗ്രി ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് ആൻ എക്സ്പെൻസ്. സാലറി പോലെയോ റെൻറ്റ് പോലെയോ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ എക്സ്പെൻസ്. പക്ഷെ നമുക്കതൊരു ലോസാണ്. നമുക്ക് കിട്ടേണ്ട പൈസ കിട്ടുന്നില്ല എന്നത് നമ്മളെ സംബന്ധിച്ച് ഡയറക്റ്റ്ലി പറഞ്ഞാൽ അതൊരു എക്സ്പെൻസ് അല്ല. ഞാൻ മനസ്സിലാകുന്നില്ലേ? ഇപ്പോൾ എനിക്ക് 5000 രൂപ ഒരാൾ തരാനുള്ളത് തന്നില്ല എന്നത് എൻ്റെ ഒരു ചെലവല്ല, ഓക്കെ. പക്ഷേ പിന്നെന്താണ്, അതൊരു നഷ്ടമാണ് അല്ലേ. നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടുന്നില്ല എന്നത് നമുക്കൊരു നഷ്ടമാണ്, ഓക്കെ. സോ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണോ കിട്ടാത്തത്, അല്ലാതെ ബാഡ് ഡെറ്റായിട്ട് നമുക്ക് എത്ര രൂപയാണോ നഷ്ടപ്പെടുന്നത്, ആ എമൗണ്ട് നമുക്കിനി ഡെറ്റേഴ്സിൽ പ്രതീക്ഷിക്കേണ്ട. കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരാൾക്ക് ഒരു 10000 രൂപ കടം കൊടുത്തു, അല്ലെങ്കിൽ കടത്തിന് സാധനം വിറ്റു, അത് പറഞ്ഞാൽ മതി. ഞാൻ ഒരാൾക്ക് 10000 രൂപയ്ക്ക് കടത്തിന് സാധനങ്ങൾ വിറ്റു, ഓക്കെ ആണേ. അയാൾ പറയുവാണ് 1 മാസത്തിനകം തിരിച്ചു തരാം എന്ന് പറഞ്ഞ് പോയിരിക്കുവാണ്. അപ്പോൾ 1 മാസം ഞാൻ എന്തായാലും അയാൾക്ക് സമയം കൊടുത്തിരിക്കുവാണ്. അപ്പോൾ ആ 1 മാസം അയാൾ എൻ്റെ ഡെറ്ററാണ്. ഞാൻ ഒരാൾക്ക് സാധനം കടത്തിന് വിറ്റു, 1 മാസത്തെ സമയമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ 1 മാസം കഴിയുമ്പോൾ അയാൾ എനിക്ക് പൈസ തരുമെന്നാണ് എൻ്റെ വിചാരം. ആണല്ലോ, ശരി. അതിനർത്ഥം 1 മാസത്തേക്ക് അയാൾ എൻ്റെ ഡെറ്ററാണ്. ആണേ, ശരി. 1 മാസമായി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളിക്കാരന് ഈ 10000 രൂപ തിരിച്ചു തരാൻ പറ്റില്ല. അയാൾ എന്നെ വിളിച്ച് പറയുവാണ്, ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എനിക്കൊരു 6000 രൂപയെ തരാൻ പറ്റൂ. അയാൾ പറയണം, അയാൾ എന്തൊക്കെയോ സംഭവിച്ച് നഷ്ടത്തിലായി, അയാൾക്ക് തരാൻ പറ്റത്തില്ല. സോ അദ്ദേഹം എന്നെ വിളിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് 6000 രൂപയെ തരാൻ പറ്റൂ, അതിന് ഇനി 1 മാസത്തെ സമയം കൂടെ വേണം. എനിക്ക് 6000 രൂപയെ തരാൻ പറ്റൂ, അതിന് ഇനി എനിക്ക് 1 മാസത്തെ സമയം കൂടെ തരണം. നെക്സ്റ്റ് 2ാമത്തെ മാസം തുടങ്ങുമ്പം എന്നെ സംബന്ധിച്ച് പിന്നെ ഞാൻ 10000 രൂപ ഡെറ്റർ എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഓൾറെഡി ആ 4000 രൂപ എനിക്ക് കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ 10000 രൂപയുടെ സാധനം വിറ്റു, ഓക്കെ. ഞാനിവിടെ ഡേറ്റ് എഴുതി കാണിച്ചു തരാം. ഇപ്പോൾ ജനുവരി 1-ാം തീയതി ഞാൻ 10000 രൂപയുടെ സാധനം കടത്തിന് വിറ്റു. ജനുവരി 31-ന് പൈസ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഓക്കെ. അപ്പോൾ ജനുവരി 1 തൊട്ട് 31 വരെ എൻ്റെ ഡെറ്റർ 10000 ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ, 10000 കിട്ടുമെന്ന്. അപ്പോൾ 31-ാം തീയതി വരെ ഞാൻ പ്രതീക്ഷിച്ചു. 31-ാം തീയതി ആയപ്പം പൈസ തരാൻ പറഞ്ഞപ്പോൾ അയാൾ പറയുവാണ്, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്, എന്നെ അത് സഹായിച്ചേ പറ്റൂ, ദയവ് ചെയ്ത് ഈ പൈസ തരാൻ ബുദ്ധിമുട്ടാണ്, ഞാനൊരു 6000 രൂപയെ തരത്തുള്ളൂ. അയാൾ പറയുവാണ്, എനിക്കൊരു 6000 രൂപയെ തിരിച്ചു തരാൻ പറ്റൂ, അതിനെനിക്ക് 1 മാസം സമയവും കൂടെ വേണം. അതായത് ഫെബ്രുവരി മാസം 28-ാം തീയതി എനിക്കത് തരാൻ പറ്റൂ. ഞാനൊരു 6000 തരൂ, ഞാനത് ഫെബ്രുവരി മാസം 28-ാം തീയതി തരാം. അപ്പോൾ ഫെബ്രുവരി മാസം 1-ാം തീയതി തൊട്ട് എനിക്കിനി ഡെറ്റേഴ്സ് 10000 ഒന്നും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഫെബ്രുവരി മാസം 1-ാം തീയതി ഞാൻ തിരിച്ചറിഞ്ഞു എനിക്കിനി 6000 കിട്ടൂ.
ഇത്രയും മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് ഞാൻ ഡെറ്റേഴ്സ് എനിക്ക് കിട്ടാനുള്ള പണം 10,000 ആണെന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റ്. സോ ഫെബ്രുവരി 1-ാം തീയതി തൊട്ട് ഞാൻ പറയും എനിക്ക് ഡെറ്റേഴ്സ് 6,000, എനിക്ക് ഡെറ്റേഴ്സ് 6,000. ബാക്കി 4,000 രൂപയ്ക്കാണ് ഞാൻ ബാഡ് ഡെറ്റ് എന്ന് വിളിക്കുന്നത്. കിട്ടാക്കടം, തിരിച്ച് കിട്ടാത്ത പൈസ. ഇപ്പം ലോജിക്ക് മനസ്സിലായോ? മീനിങ് മനസ്സിലായോ? ബാഡ് ഡെറ്റ് എന്താണെന്ന്. ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ കാര്യമാണ്. ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിന് അകത്തും വരാം, ട്രയൽ ബാലൻസിന് പുറത്തും തരാം. എങ്ങനെയാണ് നമ്മൾ ഇതുവരെ പഠിപ്പിച്ചത്? എല്ലാം അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ബാഡ് ഡെറ്റ് എന്ന ഐറ്റം ട്രയൽ ബാലൻസിനകത്തും വരാം, ട്രയൽ ബാലൻസിന് പുറത്തും വരാം. ട്രയൽ ബാലൻസിനകത്താണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ജേണലും ലെഡ്ജറും എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത്, അല്ലേ? ഒരൈറ്റം ട്രയൽ ബാലൻസിനകത്ത് വരുന്നത് എപ്പോഴാണ്? ഏതൊക്കെ വഴി കഴിഞ്ഞിട്ടാണ്? ജേണൽ, ലെഡ്ജർ, ദെൻ ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് ബാഡ് ഡെറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ബാഡ് ഡെറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ എമൗണ്ട്, ബാഡ് ഡെറ്റിൻ്റെ എമൗണ്ട് ബുക്കിൽ റെക്കോർഡായി കഴിഞ്ഞു, ജേണലിട്ടു, ലെഡ്ജർ വഴി ട്രയൽ ബാലൻസിലെത്തി എന്നാണ്. അപ്പോൾ നമ്മൾ ബാഡ് ഡെറ്റുമായിട്ട് ബന്ധപ്പെട്ട എൻട്രി എന്താണെന്ന് പറയട്ടെ. ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് എന്നാണ്. ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് ഒരു അസറ്റ് അല്ലേ? അതെ, ഡെറ്റേഴ്സ് ഒരു അസറ്റാണ്. അസറ്റിന് ക്രെഡിറ്റ് വന്നാൽ അസറ്റ് കുറഞ്ഞു എന്നാണ്. അതെ, ഡെറ്റേഴ്സ് കുറഞ്ഞു. എൻ്റെ എക്സാമ്പിളിൽ 10,000 രൂപ ഡെറ്റേഴ്സ് 6,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എൻട്രി എന്താ? ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ്. ബാഡ് ഡെറ്റ് സംഭവിക്കുമ്പോൾ ഡെറ്റേഴ്സ് കുറയണം. ബാഡ് ഡെറ്റ് സംഭവിച്ചു, ഡെറ്റേഴ്സ് കുറഞ്ഞു. ഈ എൻട്രി ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിനകത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഈ എൻട്രി പാസ് ചെയ്ത് ജേണൽ വഴിയാണ് ട്രയൽ ബാലൻസിൽ എത്തിയത്. സോ ബാഡ് ഡെറ്റ് എന്ന ഐറ്റം ശ്രദ്ധിച്ച് കേട്ടോണേ. ബാഡ് ഡെറ്റ് എന്ന ഐറ്റം ട്രയൽ ബാലൻസിനകത്ത് തന്നിരുന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിനകത്ത് തന്നിരുന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് മാത്രമല്ലേ? അല്ല, നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് തന്നെ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞങ്ങ് നിർത്തുന്നത് നമ്മുടെ കുറ്റം. അങ്ങനല്ല, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്നുണ്ട് അതിനകത്ത്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്നാണ് ആ പൂർണ്ണ രൂപം. ക്രെഡിറ്റ് ഓൾ ഇൻകം എന്ന് പറഞ്ഞ് നിർത്തിയത് നിങ്ങളുടെ തെറ്റ്. നമ്മൾ പെട്ടെന്ന് പറയുന്നത് അങ്ങനെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചോദിച്ചാൽ പറയും ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം. അങ്ങനല്ല, അതിൻ്റെ പൂർണ്ണ രൂപം അതല്ല. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നുണ്ട്. ചെലവും നഷ്ടവും ഡെബിറ്റ് ചെയ്യുക, വരവും നേട്ടവും ക്രെഡിറ്റ് ചെയ്യുക. എങ്ങനെയാണ്? ചെലവും നഷ്ടവും ഡെബിറ്റ് ചെയ്യുക, വരവും നേട്ടങ്ങളും ക്രെഡിറ്റ് ചെയ്യുക. ഇതാണ് റൂള്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നും കൂടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ബാഡ് ഡെറ്റ് നമ്മളെ സംബന്ധിച്ചൊരു നഷ്ടം പോലെയാണ്. സോ അത് പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടെ സമ്മപ്പ് ചെയ്താൽ ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിനകത്താണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യുക മാത്രം മതി. കാരണം അത് ഓൾറെഡി ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. അതല്ലേ ജേണലും ലെഡ്ജറും വഴിയൊക്കെ കയറി വന്നു എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിനകത്തുള്ള ബാഡ് ഡെറ്റ് ഓൾറെഡി ഡെറ്റേഴ്സിനെ കുറച്ച് കഴിഞ്ഞു. നിങ്ങൾ ഇനി ആകെ ചെയ്യേണ്ടത് പി ആൻഡിൽ ഡെബിറ്റ് ചെയ്യുക. ഇനി ട്രയൽ ബാലൻസിന് പുറത്താണെങ്കിൽ, ബാഡ് ഡെറ്റ് എന്ന ഐറ്റം ട്രയൽ ബാലൻസിന് പുറത്താണെങ്കിൽ അതിനെയാണ് നിങ്ങൾ ഫർദർ ബാഡ് ഡെറ്റ് എന്നൊക്കെ വിളിച്ച് കാണും. ഫർദർ ബാഡ് ഡെറ്റ് എന്നൊക്കെ പറയും, ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിച്ച് കാണും. ഫർദർ ബാഡ് ഡെറ്റ് എന്ന് വിളിക്കുന്നത് ഈ സംഭവം തന്നെ. സെയിം സംഭവം ട്രയൽ ബാലൻസിനകത്തും പുറത്തും വരുന്നതേ ഉള്ളൂ. അല്ലാതെ ബാഡ് ഡെറ്റ് അടുത്തത് ഫർദർ ബാഡ് ഡെറ്റ് ഇങ്ങനൊന്നും പഠിച്ച് വെക്കേണ്ട. പറച്ചിൽ അങ്ങനെയൊക്കെ സാധാരണ ബാഡ് ഡെറ്റിനെ പറ്റി പറയുമ്പോൾ പിള്ളേരുടെ സ്ഥിരം പറച്ചില്ല. ബാഡ് ഡെറ്റ്, ഫർദർ ബാഡ് ഡെറ്റ്. അവരെ വിചാരം ഇത് രണ്ടും രണ്ടാന്ന്. ഇത് രണ്ടും രണ്ടൊന്നുമല്ല. നമ്മൾ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് വിട്ടേ പറയുന്നതല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റ് ട്രയൽ ബാലൻസിനകത്തും പുറത്തും വരാമെന്ന്. അകത്ത് വരിക എന്ന് പറഞ്ഞാൽ അങ്ങനൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി ജേണലിട്ട് ലെഡ്ജർ ഇട്ടത് മനസ്സിലാക്കി റെക്കോർഡ് ചെയ്തു എന്നാണ്. ട്രയൽ ബാലൻസിന് പുറത്ത് വന്നു എന്ന് പറഞ്ഞാൽ വലിയ പുതുമയൊന്നുമില്ല. ആ കാര്യം നമ്മൾ കണ്ടെത്താൻ മറന്നുപോയി. ആ കാര്യം കണ്ടുപിടിച്ച് എഴുതുന്നതിന് മുമ്പ് ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ട്രയൽ ബാലൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ കണ്ണിൽ പെട്ടില്ല എന്നേ ഉള്ളൂ. നമ്മുടെ കണ്ണിൽ പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റെക്കോർഡ് ചെയ്തേനെ. അതുപോലെ തന്നെയാണ് ബാഡ് ഡെറ്റും.
ബാഡ് ഡെറ്റും ഫർദർ ബാഡ് ഡെറ്റും രണ്ടും രണ്ടൊന്നുമല്ല. ഞാനിത് കുറേ കേട്ടിട്ടുള്ളത് കൊണ്ട് പറയുക. രണ്ടായിട്ടാണ് പിള്ളേർ പറയുന്നത്. ആദ്യം ബാഡ് ഡെറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ആദ്യം ബാഡ് ഡെറ്റ് പഠിക്കും, പിന്നെ ഫർദർ ബാഡ് ഡെറ്റ് പഠിക്കും. അങ്ങനൊന്നുമില്ല. ട്രയൽ ബാലൻസിനകത്തും പുറത്തും അത് വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. ട്രയൽ ബാലൻസിനകത്ത് ബാഡ് ഡെറ്റ് വന്നാൽ ഓൾറെഡി ഡെറ്റേഴ്സിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് P&L ഡെബിറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി ട്രയൽ ബാലൻസിന് പുറത്ത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ നമുക്കൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിച്ച ഈ ഫർദർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. വീണ്ടും ബാഡ് ഡെറ്റ് ഉണ്ടായി, നമ്മളത് ശ്രദ്ധിച്ചില്ല. വീണ്ടും ബാഡ് ഡെറ്റ് ഉണ്ടായ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് തന്നെ അത് ജേണലോ ലെഡ്ജറോ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ട് ട്രയൽ ബാലൻസിന് പുറത്ത് പോയിന്നേ ഉള്ളൂ. അല്ലാതെ ഫർദർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പേരിൻ്റെ ഇനിഷ്യൽ പോലെ ചേർക്കേണ്ട ഒന്നുമല്ല, അഡീഷണൽ എന്നേ ഉള്ളൂ. മനസ്സിലാവുന്നില്ല? അല്ലാതെ ഒരിക്കൽ നിങ്ങൾ ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ പറയുമല്ലോ എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. പല സ്റ്റുഡൻസും ഇങ്ങനെയാണ് പറയുന്നത്, ബാഡ് ഡെറ്റ്, ഫർദർ ബാഡ് ഡെറ്റ്. അവരുടെ വിചാരം ഇത് രണ്ടാമത്തെ എന്തോ കാര്യമാണെന്ന്. അങ്ങനെയൊന്നുമില്ലടോ. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ബാഡ് ഡെറ്റ് ആണെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യും, ട്രയൽ ബാലൻസിനകത്ത് വരും. ചിലപ്പോൾ ചില ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത് ട്രയൽ ബാലൻസിന് പുറത്ത് വരും. അത്രേ ഉള്ളൂ കേസ്. അപ്പോൾ ട്രയൽ ബാലൻസിന് പുറത്ത് വന്നു എന്ന് പറഞ്ഞാൽ പറയുന്ന കേട്ടോ, ട്രയൽ ബാലൻസിന് പുറത്താണ് ബാഡ് ഡെറ്റ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളത് ഇതുവരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനൊരു ബാഡ് ഡെറ്റ് ബുക്കിൽ റെക്കോർഡായിട്ടില്ല. ആ കേസിൽ അത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും വേണം, നിങ്ങൾ തന്നെ അത് ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുകയും വേണം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ തന്നെ ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കണം. കാര്യം ആ ബാഡ് ഡെറ്റ് ഇതുവരെ ബുക്കിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ P&L അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യണം. ട്രയൽ ബാലൻസിന് പുറത്താണ് ബാഡ് ഡെറ്റ് തന്നിരിക്കുന്നതെങ്കിലാണ് ഈ പറയുന്നത്. ട്രയൽ ബാലൻസിന് പുറത്താണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ബാഡ് ഡെറ്റിൻ്റെ കേസ് ഇങ്ങനെയാണ്. ബാഡ് ഡെറ്റ് ആദ്യം ട്രയൽ ബാലൻസിനകത്താണെങ്കിൽ എന്താ ചെയ്യുന്നത്? P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, വേറെ ഒന്നും ചെയ്യണ്ട. ട്രയൽ ബാലൻസിനകത്താണെങ്കിൽ ഇൻസൈഡ്, ബാഡ് ഡെറ്റ് ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ്, P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, വേറെ ഒന്നുമില്ല. ഇനി ട്രയൽ ബാലൻസിന് പുറത്താണെങ്കിൽ ഔട്ട്സൈഡ് ട്രയൽ ബാലൻസിന് പുറത്താണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? നമ്മൾ ആ കാര്യം ഇതുവരെ കണ്ടുപിടിച്ചില്ല, ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ P&L ഡെബിറ്റ്, ബാലൻസ് ഷീറ്റിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കണം. ഇതാണ് കേസ്. ഓക്കെ, ഞാനിത് ഇങ്ങനെ പറയൂ, പക്ഷെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, കുറേ പേര് പഠിച്ചു വെച്ചിരിക്കുന്നത് ബാഡ് ഡെറ്റ്, ഫർദർ ബാഡ് ഡെറ്റ്. അങ്ങനൊന്നും തന്നെ ഇല്ല. രണ്ടും ഒന്ന് തന്നെ. രണ്ടും ബാഡ് ഡെറ്റ് കിട്ടത്തില്ല. ഒരെണ്ണം നമ്മൾ നേരത്തെ കണ്ട് അത് ബുക്കിൽ രേഖപ്പെടുത്തി, ഒരെണ്ണം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടില്ല. അത്രേ ഉള്ളു കേസ്. ഓക്കെ, സോ അപ്പോൾ ഇത് ബുക്കിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. സാമ്പിളായിട്ട് കാണിക്കുന്നത്, വേറെ ഒന്നിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല, ബാഡ് ഡെറ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഇതൊരു ട്രയൽ ബാലൻസ് ആണ്, ക്ലിയർ ചെയ്ത് തരാം. ഇതൊരു ട്രയൽ ബാലൻസ് ആണ്. ഈ ട്രയൽ ബാലൻസിനകത്ത് ഇതാ ഒരു ബാഡ് ഡെറ്റ് ഉണ്ട്. ട്രയൽ ബാലൻസിന് അകത്തൊരു ബാഡ് ഡെറ്റ് ഉണ്ട്, 4800. എമൗണ്ട് മറക്കണ്ട, 4800 ട്രയൽ ബാലൻസിന് അകത്തുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ 4800 രൂപ ജേണൽ ലെഡ്ജർ കഴിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഡെറ്റേഴ്സിൽ നിന്ന് 4800 കുറഞ്ഞു. ഓൾറെഡി ഡെറ്റേഴ്സിൽ നിന്ന് 4800 കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതാ അപ്പോൾ ഡെറ്റേഴ്സ് ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഡെറ്റേഴ്സ് 31,000. അപ്പോൾ ഈ 31,000 രൂപ എന്ന് പറയുന്നത് ഓൾറെഡി ഈ 4800 കുറഞ്ഞതിന് ശേഷമാണ്. അത് മനസ്സിലാക്കണം. ട്രയൽ ബാലൻസിനകത്ത് ബാഡ് ഡെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ബാഡ് ഡെറ്റിൻ്റെ എമൗണ്ട് ഡെറ്റേഴ്സിൽ നിന്ന് കുറഞ്ഞ് കഴിഞ്ഞു. നമ്മൾ ജേണലും ലെഡ്ജറും ഇട്ട് അത് ഓൾറെഡി കുറച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതാ നോക്കണേ, ട്രയൽ ബാലൻസിന് പുറത്ത് വന്നു. ഇത് ട്രയൽ ബാലൻസിന് പുറത്ത് വന്നു. ഇവിടെ ഇതാ ഒരു 1000 രൂപ വീണ്ടും ബാഡ് ഡെറ്റ് ഉണ്ട്. ട്രയൽ ബാലൻസിന് പുറത്ത് ഒരു ബാഡ് ഡെറ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ വേറെ ഒരു സെൻറ്റൻസ് നോക്കണ്ട, ഞാൻ ഈ പറയുന്നത് മാത്രം കേട്ടാൽ മതി. ഇതാ കണ്ടല്ലോ, ട്രയൽ ബാലൻസിന് പുറത്ത് 1000 രൂപ. അപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് 4800, ട്രയൽ ബാലൻസിന് പുറത്ത് 1000 രൂപ. ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇതാ 4800 1000 P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് കമ്പൾസറി. ട്രയൽ ബാലൻസിനകത്തായാലും പുറത്തായാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. പക്ഷേ ബാലൻസ് ഷീറ്റ് വരുമ്പം ഡെറ്റേഴ്സിൽ നിന്ന് ഇതാ 1000 മാത്രമേ കുറയ്ക്കാവൂ. 1000 മാത്രമേ കുറയ്ക്കാവൂ. ഈ 4800 കുറയ്ക്കരുതിനി. കാര്യം ഓൾറെഡി 4800 കുറച്ച് കഴിഞ്ഞു. മനസ്സിലായോ ബാഡ് ഡെറ്റ് എന്നതിൻ്റെ കേസ് എങ്ങനെയാണെന്ന്? അപ്പോൾ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാക്കടമാണ്. നമ്മളെ സംബന്ധിച്ച് ബാഡ് ഡെറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ രണ്ട് രീതിയിൽ വരാം. ട്രയൽ ബാലൻസിനകത്തും വരാം, പുറത്തും വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ട്രയൽ ബാലൻസിന് അകത്താണ് തന്നിരിക്കുന്നതെങ്കിൽ
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക, വേറൊന്നും ചെയ്യണ്ട. ഇനി ട്രയൽ ബാലൻസിന് വെളിയിലാണെങ്കിലോ നമ്മളത് ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് വേറൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും അല്ല. അത് ബിയാൻഡിൽ ഡെബിറ്റും ചെയ്യണം, ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുകയും വേണം. ഇതാണ് ബാഡ് ഡെറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ല, ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഒരു പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണെന്ന് വെച്ചോ, പക്ഷേ പുതിയൊരു നമ്പർ ഞാൻ ഇടുന്നില്ല, കണ്ടിന്യൂഷനാണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. എന്താണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്? എന്താണ് ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്? അപ്പോൾ ആദ്യം നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പഠിക്കുമ്പോൾ ആദ്യം പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അതവിടെ നിൽക്കട്ടെ. ഈ പ്രൊവിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ കരുതി വെക്കുക എന്നാണ്, ഒരു കരുതൽ വയ്ക്കുക എന്നാണ്. മേ ബി നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, അപ്പോൾ അതാണോ റിസർവ്? അപ്പോൾ പ്രൊവിഷൻ തന്നെയാണോ ഈ റിസർവ്? അല്ല. പ്രൊവിഷനും റിസർവിനും രണ്ട് മീനിങ് ആണ്. പ്രൊവിഷൻ വേറെ, റിസർവ് വേറെ. കേരള യൂണിവേഴ്സിറ്റി 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്. കേരള യൂണിവേഴ്സിറ്റി പ്രീവിയസ് ക്വസ്റ്റ്യൻ വേണമെന്നുള്ളവർ കാണിച്ചു തരാം. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പലതും ഞാൻ കണ്ടതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ് ചോദിച്ചിട്ടുണ്ട്. ഇതെവിടെ കാണുമെന്നറിയാവോ? ബുക്ക് എടുത്ത് ഡിപ്രീസിയേഷൻ എന്ന മൊഡ്യൂളുണ്ട് ടെക്സ്റ്റിനകത്ത്, അതിൻ്റെ ലാസ്റ്റ് പേജ് നോക്കിയാൽ മതി. ഡിപ്രീസിയേഷൻ എന്ന മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷൻ നോക്കിയാൽ ഇത് കിടപ്പുണ്ട്, അത് നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. ബേസിക്കലി ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. പ്രൊവിഷനും റിസർവും ഒന്നല്ല. റിസർവ് എന്ന് പറയുന്നത് ബിസിനസ്സിന് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞിട്ട് ആ പ്രോഫിറ്റിൽ നിന്നാണ് കരുതി വെക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. റിസർവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞിട്ട് ആ പ്രോഫിറ്റിൽ നിന്നാണ് എടുത്ത് മാറ്റി വെക്കുന്നത്. ഓക്കെ, പക്ഷെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ മാറ്റി വെച്ചിട്ടാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? റിസർവ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് മാറ്റുന്നത് എപ്പോഴാണ്? പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞിട്ട് ആ പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റുന്നത്. പക്ഷെ പ്രൊവിഷൻ എന്ന് പറയുന്നത് പ്രൊവിഷൻ്റെ എമൗണ്ടും കൂടെ മാറ്റിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് കാണുന്നത്. സോ സിംപ്ലി പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് പോലെ നമ്മൾ ഡെബിറ്റ് ചെയ്യപ്പെടണം. കാര്യം പ്രൊവിഷനും കൂടെ ചേർന്നിട്ടേ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? റിസർവ് അങ്ങനല്ല. റിസർവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്? ശരിക്കും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് തന്നെ ശരിയായൊരു പ്രയോഗമല്ല. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്നേ പറയാവൂ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്നാണ്. ഡൗട്ട്ഫുൾ ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. അതെന്താണ് സംഭവം? പറഞ്ഞുതരാം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പുള്ളതിനെ ബാഡ് ഡെറ്റ് എന്ന് വിളിക്കാം. തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പുള്ളതിനെ ബാഡ് ഡെറ്റ് എന്ന് വിളിക്കാം. ഒരു കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണേ. നമ്മളൊരാൾക്ക് പൈസ കടം കൊടുത്തു. പൈസ കടം കൊടുത്തു. ഓക്കെ, അയാളത് തിരിച്ച് തരുമെന്ന് 100% ഉറപ്പാണ്. അയാളത് തിരിച്ച് തരുമെന്ന കാര്യം 100% ഉറപ്പാണ്. ഓക്കെ, ഇനി അതിനകത്ത് വേറൊരു ചോദ്യവും ഇല്ല, തിരിച്ച് കിട്ടും, കൺഫേംഡ്. അടുത്ത കേസിൽ അയാൾ തിരിച്ച് തരില്ല എന്ന് ഉറപ്പാണ്, അപ്പോഴും കൺഫേംഡ്. ഒരു തീരുമാനമായല്ലോ. നമ്മളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചൊരു ഡിസിഷൻ ആയി കഴിഞ്ഞു. സിനിമയിലൊക്കെ പറയുന്ന പോലെ നമ്മളവിടെ ചെല്ലുന്നു, അയാളുടെ പൈസ തരുമെന്ന് ചോദിക്കുന്നു, അയാൾ പൈസ തരില്ല എന്ന് പറയുന്നു. നമുക്കൊരു തീരുമാനം കിട്ടിക്കഴിഞ്ഞു. തമാശയ്ക്ക് പറയുന്നതല്ല, അക്കൗണ്ടിങ്ങിലും ആ പഞ്ചാബി ഹൗസ് എന്ന സിനിമയിലെ ഡയലോഗ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മളൊരാൾക്ക് കടം കൊടുത്തു, മിസ്റ്റർ എക്സിന് കടം കൊടുത്തു. സമയമായപ്പോൾ മിസ്റ്റർ എക്സിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുവാണ്, ഇയാൾ തരുമോ? തീർച്ചയായിട്ടും തരും, കൺഫേം ആയിട്ടും തന്നിരിക്കും. ഒരു തീരുമാനമായല്ലോ, നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. ദർ ഇസ് നോ നീഡ് ഫോർ ടെൻഷൻ. തിരിച്ച് കിട്ടും, ഉറപ്പിച്ചു. വേറൊരു സിറ്റുവേഷനിൽ നിങ്ങൾ എക്സിന് പൈസ കൊടുത്തു, നിങ്ങൾ എക്സിനോട് ചോദിക്കുവാണ്, തിരിച്ചു തരുമോ? തരില്ല. എക്സ് പറയണം, ഞാൻ ഈ പൈസ തിരിച്ചു തരില്ല. അപ്പോഴും ഒരു തീരുമാനമായി. ദർ ഇസ് നോ നീഡ് ഫോർ ടെൻഷൻ. ഇനിയിപ്പോൾ കിട്ടുമോ ഇല്ലെന്ന് ടെൻഷൻ അടിക്കണ്ടല്ലോ, കിട്ടില്ല. അപ്പം നമ്മൾ കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല, ഈ 2 തീരുമാനമാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. തിരിച്ച് കിട്ടുമെങ്കിലും തിരിച്ച് കിട്ടില്ല, ആ ഒരു ഡിസിഷൻ നമുക്ക് പ്രശ്നമല്ല. പക്ഷേ തിരിച്ച് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ആ സമയത്താണ് നമുക്ക് കൺഫ്യൂഷൻ. ഇത് കിട്ടുമോ ഇല്ലേ, ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കടത്തിന് സാധനം വിറ്റു, ആ പറയുന്ന പൈസ നമുക്ക് ഉറപ്പായിട്ടും തിരിച്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട, നമ്മൾ ആരോടും ഒന്നും ചോദിക്കാനില്ല, ആ പൈസ തിരിച്ച് കിട്ടും. ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു, അതവിടെ കഴിഞ്ഞു.
നെക്സ്റ്റ് കേസിൽ നമ്മൾ പൈസ കടം കൊടുക്കുന്നു അല്ലെങ്കിൽ കടത്തിന് സാധനം വിൽക്കുന്നു, ആ പൈസ തിരിച്ച് കിട്ടില്ല, ബാഡ് ഡെറ്റ്. തിരിച്ച് കിട്ടില്ലെന്ന് ഉറപ്പാണ്. തിരിച്ച് കിട്ടില്ലെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിച്ചാൽ പൈസ കിട്ടുമോ? ഇല്ലല്ലോ. അതും വിട്ടേക്കുക, ബാഡ് ഡെറ്റ് എഴുതി തള്ളിയേക്കുക. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് ഞാൻ ഈ കാണിച്ച പോലെ ചെയ്ത് കാണിച്ചേക്കുക, തീർന്നു. പക്ഷേ ഇത് രണ്ടും അല്ലാത്ത ഒരു സിറ്റുവേഷൻ വരില്ലേ? തിരിച്ച് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ആ സമയത്താണ് നമുക്ക് കൺഫ്യൂഷൻ, ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. കിട്ടുമോ ഇല്ലേ, കിട്ടുമോ ഇല്ലേ, എന്തെങ്കിലും ഒന്ന് തീരുമാനം അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മൾ ഈ റിസൾട്ട് അറിയുന്നിടം വരല്ലേ ടെൻഷനുള്ളൂ. റിസൾട്ട് അറിയുമ്പോൾ ജയിച്ചാലും തോറ്റാലും അതോടെ അവിടെ കഴിഞ്ഞല്ലോ. നിങ്ങൾക്കിപ്പോൾ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കാറുണ്ടോ? റിസൾട്ട് അറിയുന്നത് വരല്ലേ ടെൻഷനുള്ളൂ. പാസ്സായാലും ഫെയിലായാലും നമ്മളെ സംബന്ധിച്ച് അതോടെ റിസൾട്ട് അറിയാനുള്ള ടെൻഷൻ തീർന്നല്ലോ. ക്ലിയർ ആയോ പറഞ്ഞ എന്താണെന്ന്? അപ്പോൾ തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലും കിട്ടില്ല എന്നുറപ്പുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നം വരുന്നത് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുള്ളപ്പോഴാണ്. ദാറ്റ് ഈസ് കോൾഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്. തിരിച്ച് തരുമോ അവർ? തിരിച്ച് തരത്തില്ലേ? തരുമോ? തരത്തില്ലേ? ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്നതിനെയാണ് ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? 50,000 രൂപയുടെ ക്രെഡിറ്റ് സെയിൽ നടന്നു. 50,000 രൂപയുടെ ക്രെഡിറ്റ് സെയിൽ നടന്നു. അതിനകത്തൊരു 5,000 രൂപ തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് കൺഫ്യൂഷൻ. ഡൗട്ട്ഫുൾ ഡെറ്റ്. ഒരു 5,000 രൂപ തിരിച്ച് കിട്ടുമോ ഇല്ലയോ, കിട്ടുമോ ഇല്ലയോ, ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ. ഓക്കെ ആണേ? നമുക്ക് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു ഡൗട്ട്ഫുൾ ഡെറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട്, നിങ്ങൾക്കത് അവസാന കാലത്ത് തിരിച്ച് ഒരുമിച്ച് കിട്ടില്ല എന്ന വാർത്ത വരുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എമൗണ്ട് പ്രൊവിഷൻ വയ്ക്കാം. പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ എത്ര രൂപയാണോ കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ എമൗണ്ടിന്, ഐ റിപ്പീറ്റ്, കിട്ടാനും കിട്ടാതിരിക്കാൻ ആ ഒരു ചാൻസ് നിൽക്കുന്ന എമൗണ്ടിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് മാറ്റി വയ്ക്കാം. എങ്ങനെ? പ്രൊവിഷനായിട്ട്. പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞിട്ടല്ല, ഈ പ്രൊവിഷനും കൂടെ മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ പ്രോഫിറ്റ് കാണാം. അങ്ങനെ നമ്മുടെ അക്കൗണ്ടിങ് റൂൾ അനുവദിക്കുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റീസം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റീസം, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, അതാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടാനും കിട്ടാതിരിക്കാനും അങ്ങനെ ചാൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യാം. കാരണം നാളെ കാലത്ത് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടില്ല എന്നറിയുമ്പോൾ ഒരു ടെൻഷൻ വേണ്ട. കുഴപ്പമില്ല, കിട്ടുന്നില്ലല്ലോ, ആ സമയത്തൊരു ആശ്വാസം, കുഴപ്പമില്ല, നമ്മൾ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്, എനിക്കറിയാവുന്നത് കിട്ടത്തില്ലെന്ന്, ആ ഒരു സെൻസിലും കണ്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ പ്രൊവിഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് എമൗണ്ട് കിട്ടാനും കിട്ടാതിരിക്കാൻ ഒരു 50-50 ചാൻസ് ഉള്ള എമൗണ്ട് എത്രയാണോ അത് നമുക്ക് വേണമെങ്കിൽ ഒരു കരുതൽ വെക്കാം. ലാസ്റ്റ് മിനിറ്റിൽ എല്ലാം കൂടെ കിട്ടില്ല എന്നറിയുമ്പോൾ പേടിച്ച് വിറക്കിയൊന്നും വേണ്ട, ഒരു കരുതൽ. ഓക്കെ, അതിനെയാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് വിളിക്കുന്നത്. ഞാൻ ആ വാക്ക് തിരുത്തിയത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. കിട്ടില്ല എന്ന് ഉറപ്പുള്ളതിന് പിന്നെ പ്രൊവിഷൻ വെക്കേണ്ടടോ. നമുക്ക് കിട്ടില്ല എന്ന് 100% ഉറപ്പുള്ളതിന് പ്രൊവിഷൻ വെക്കേണ്ട. ചുരുക്കി പറഞ്ഞാൽ കിട്ടുമെന്നുറപ്പുള്ള ഗുഡ് ഡെറ്റിനും കിട്ടില്ല എന്നുറപ്പുള്ള ബാഡ് ഡെറ്റിനും പ്രൊവിഷൻ വേണ്ട. റിപ്പീറ്റ് ചെയ്യുന്നു, കിട്ടും എന്നുറപ്പുള്ളതിനും കിട്ടില്ല എന്നുറപ്പുള്ളതിനും നമ്മൾ പ്രൊവിഷൻ വെക്കേണ്ട. സോ ദ ട്രീറ്റ്മെൻറ്റ് ഈസ്, അല്ലെങ്കിൽ ദ ട്രീറ്റ്മെൻറ്റ് വിളിക്കുന്ന പേര് തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന. ടെക്സ്റ്റിൽ ചിലയിടത്തൊക്കെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്നുണ്ട്, അത് അടിച്ചു പോകുന്നതായിരിക്കും, എനിക്കറിയില്ല. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്നേ പറയത്തുള്ളൂ. കാര്യം ബാഡ് ഡെറ്റിന് പ്രൊവിഷൻ വെക്കാറില്ല. ഇനി എന്താണ് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്? പറഞ്ഞു തരാം. പ്രൊവിഷൻ വെക്കുന്നത് ഒന്നുകിൽ സാധാരണ ഒരു എമൗണ്ട് ആയിരിക്കും, ക്വസ്റ്റിന് തന്നിരിക്കും, ഇത്ര എമൗണ്ട് മാറ്റി വെക്കണം. നോർമലി ചിലപ്പോൾ ക്വസ്റ്റിന് കാണും നിങ്ങൾ ഇത്ര രൂപ മാറ്റി വെക്കണം പ്രൊവിഷനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ കാണാം ഡെറ്റേഴ്സിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണെന്ന്. നമ്മുടെ ഡെറ്റേഴ്സിൻ്റെ ഒരു പെർസെൻറ്റേജ് 2% 5% മാറ്റണമെന്ന്. അതെത്ര തന്നെ ആയാലും ആ എമൗണ്ട് ശ്രദ്ധിച്ചോണേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. കാര്യം എന്താ? ഡെബിറ്റ് ചെയ്യുക മീൻസ് പ്രോഫിറ്റ് കുറയും. അപ്പോൾ അത്ര എമൗണ്ട് നമ്മുടെ പ്രോഫിറ്റ് കാണിക്കേണ്ട. കാര്യം നമ്മൾ കരുതി വെക്കുമല്ലോ, നമ്മൾ കരുതലിഞ്ഞ് മാറ്റിയല്ലോ, അപ്പോൾ അത്ര എമൗണ്ട് പ്രോഫിറ്റ് വരണ്ട. സോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എമൗണ്ട് ആയിട്ട് തന്നാലും പെർസെൻറ്റേജ് ആയിട്ട് തന്നാലും ആ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഇതൊന്നാമത്തെ കാര്യം, ഡെബിറ്റ് ചെയ്യണം. രണ്ടാമത്തെ കേസിൽ നമ്മൾ എത്ര രൂപയാണോ ഇങ്ങനെ പ്രൊവിഷനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ആ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കണം. കാര്യം നമ്മൾ പ്രൊവിഷൻ മാറ്റി വെച്ചിട്ട് വീണ്ടും ആ എമൗണ്ടും കൂടെ ഡെറ്റേഴ്സിൽ കാണിക്കുന്നത് തെറ്റാണ്. നമ്മുടെ വിചാരം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ? 50,000 രൂപയുടെ സെയിൽ നടന്നു, നോക്കിക്കോ, 50,000 രൂപയുടെ സെയിൽ നടന്നു. 5,000 കിട്ടാനുള്ള സാധ്യത കുറവാണ്, കിട്ടും കിട്ടാതിരിക്കും, കിട്ടും കിട്ടില്ല, അങ്ങനെ നിൽക്കുക. 50-50. നമ്മൾ എന്ത് ചെയ്തു? ഈ എമൗണ്ട് പി ആൻഡിൽ ഡെബിറ്റ് ചെയ്ത് ഈ എമൗണ്ടിൻ്റെ പ്രോഫിറ്റ് കുറച്ചു. അപ്പോൾ 5,000 രൂപ പ്രോഫിറ്റ് ഇന്ന് കുറച്ചു. ഓക്കെ ആണേ? വീണ്ടും നമുക്ക് 50,000 രൂപ ഡെറ്റേഴ്സ് ഉണ്ടെന്ന് എഴുതി വെച്ചാൽ ശരിയാവത്തില്ല. ഡെറ്റേഴ്സ് മീൻസ് ഗുഡ് ഡെറ്റ്.
ബുക്കിൽ എഴുതിക്കോണം. ഡെറ്റർ എന്ന് വിളിക്കുന്നത് ഗുഡ് ഡെറ്റിനെയാണ്, കിട്ടാത്തതിനെ ബാഡ് ഡെറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതോ, ഈ നടുക്കുള്ളതോ, ഇതിനെ പ്രത്യേകിച്ചൊന്നും വിളിക്കേണ്ട, അത് ഈ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ചാൽ മതി. നമ്മൾ ബുക്കിൽ എപ്പോഴും ബാലൻസ് ഷീറ്റിൽ എപ്പോഴും ഗുഡ് ഡെറ്റ് മാത്രമേ കാണിക്കൂ. ബുക്കിൽ ഒന്ന് എഴുതിയെടുക്കടോ, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ഫൈനൽ എമൗണ്ട് ആയിട്ട് ഗുഡ് ഡെറ്റ് മാത്രമേ കാണിക്കൂ. ഒരിക്കൽ കൂടെ പറയുന്നു, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഫൈനലായിട്ട് എമൗണ്ട് കോളത്തിൽ കറക്റ്റ് ഗുഡ് ഡെറ്റ് മാത്രമേ കാണിക്കൂ. അതായത് ബാഡ് ഡെറ്റും കിട്ടത്തില്ല. ബാഡ് ഡെറ്റ് മീൻസ് ഒരിക്കലും കിട്ടത്തില്ല. ഈ പറയുന്ന പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് കിട്ടത്തില്ല. അതൊന്നും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ആയിട്ട് കാണിക്കില്ല. സോ ബാഡ് ഡെറ്റ് കുറയ്ക്കുന്ന പോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റും ഡെറ്റേഴ്സിൽ നിന്ന് കുറയണം. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറയണം. ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ വീണ്ടും കഥാപ്രസംഗത്തിൽ പറഞ്ഞതാണ്, നമ്മൾ പ്രൊവിഷൻ മാറ്റി വെക്കുന്നത് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുള്ള എമൗണ്ടിന് മാത്രമാണ്. ആണല്ലോ, ഞങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്, കിട്ടാതിരിക്കാം ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും കിട്ടില്ല എന്നുറപ്പുള്ള എമൗണ്ടിന് ഡെറ്റേഴ്സിന്, ഒരിക്കലും കിട്ടില്ല എന്നുറപ്പുള്ള ഡെറ്റേഴ്സിന് പ്രൊവിഷൻ വേണോ? വേണ്ട. ഒരിക്കലും കിട്ടില്ല എന്നുറപ്പുള്ള ഡെറ്റേഴ്സിന് പിന്നെ പ്രൊവിഷൻ മാറ്റി വെക്കേണ്ട. ഇത് പറയാൻ കാര്യം, ട്രയൽ ബാലൻസിന് പുറത്ത് ബാഡ് ഡെറ്റ് കാണും. അത് ആ ബാഡ് ഡെറ്റ് ഡെറ്റേഴ്സിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചിരിക്കേണ്ട അഡ്ജസ്റ്റ്മെൻ്റ് ആണേ. ട്രയൽ ബാലൻസിന് പുറത്ത് ബാഡ് ഡെറ്റ് വരാം. അതിനർത്ഥം ആ ബാഡ് ഡെറ്റ് ഇതുവരെ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ചിട്ടില്ല. ആ ബാഡ് ഡെറ്റിന് ശേഷമായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് നിങ്ങൾ ഇത്ര ശതമാനം ഡെറ്റേഴ്സിൻ്റെ പ്രൊവിഷൻ കാണണം, ഡെറ്റേഴ്സിൻ്റെ ഇത്ര ശതമാനം പ്രൊവിഷൻ മാറ്റി വെക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡെറ്റേഴ്സിൽ നിന്ന് ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡ് ഡെറ്റ് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിൻ്റെ പെർസെൻറ്റേജ് കാണാവൂ. കാര്യം എന്താ? ബാഡ് ഡെറ്റ് ഉൾപ്പെടെയുള്ള ഡെറ്റേഴ്സിന് പ്രൊവിഷൻ മാറ്റി വെക്കേണ്ട. ഡെറ്റേഴ്സിൽ നിന്ന് ബാഡ് ഡെറ്റ് കുറച്ചിട്ട്, ഏത് ബാഡ് ഡെറ്റ്? ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡ് ഡെറ്റാണ് നിങ്ങൾ കുറയ്ക്കേണ്ടത്. കാര്യം ട്രയൽ ബാലൻസിന് അകത്തുള്ള ബാഡ് ഡെറ്റ് കുറഞ്ഞിട്ടുണ്ട്, അത് ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഓർത്ത് വെച്ചോ. പ്രൊവിഷൻ കണ്ടുപിടിക്കുമ്പോൾ ട്രയൽ ബാലൻസിന് പുറത്ത് ഉള്ള ബാഡ് ഡെറ്റ് ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കണം. ബാക്കിയുള്ള ഡെറ്റേഴ്സിൻ്റെ പെർസെൻറ്റേജേ കാണാവൂ. മനസ്സിലാവുന്നുണ്ടോ പ്രൊവിഷൻ്റെ കേസ്? ഓക്കെ, ഞാൻ അതും കൂടെ കണക്കിലൊന്ന് കാണിച്ചു തരാം. നോക്കിക്കോണേ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ശ്രദ്ധിച്ച് കേട്ടോണേ. ഇവിടെ ട്രയൽ ബാലൻസിനകത്ത് ബാഡ് ഡെറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഡെറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഈ പറയുന്ന മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ട്രയൽ ബാലൻസിനകത്ത് ബാഡ് ഡെറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഡെറ്റേഴ്സും ഉണ്ട് 31,000. ബാക്കിയുള്ള ഐറ്റം ഒന്നും ഇപ്പോൾ നോക്കാൻ പോകണ്ട. ഇവിടെ എന്തൊക്കെയുണ്ട്? ട്രയൽ ബാലൻസിന് പുറത്ത് ബാഡ് ഡെറ്റ്, അതായത് കംപ്ലീറ്റ്ലി അത് ബാഡ് ഡെറ്റാണ്. അത് കിട്ടത്തില്ല ഇനി ഒരിക്കലും. 1000 രൂപ ഇനി ഒരിക്കലും കിട്ടത്തില്ല. അത് ബാഡ് ഡെറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ഡെറ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ വെക്കാൻ. പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ വെക്കണമെന്ന്. അപ്പോൾ ഇവിടെ ട്രയൽ ബാലൻസിനകത്ത് ബാഡ് ഡെറ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ട്രയൽ ബാലൻസിനകത്ത് ബാഡ് ഡെറ്റ് ഉണ്ട് 4800. ഓക്കെ, ഡെറ്റേഴ്സ് ഉണ്ട് 31,000. ഓക്കെ, ട്രയൽ ബാലൻസിന് പുറത്തും ബാഡ് ഡെറ്റ് ഉണ്ട്. ട്രയൽ ബാലൻസിന് പുറത്തെന്ന് പറഞ്ഞാൽ ആ ബാഡ് ഡെറ്റ് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇനി വേണം ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കാൻ. ഓക്കെ, ഡെറ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ വെക്കാൻ പറയുന്നു. ഇത്രയും ഓക്കെ ആണല്ലോ. നമ്മൾ ചെയ്യേണ്ടുന്നത് നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ബാഡ് ഡെറ്റിനകത്ത് 2 ബാഡ് ഡെറ്റും ട്രയൽ ബാലൻസിനകത്തുള്ളതും പുറത്തുള്ളതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. നേരത്തെ കാണിച്ചത് തന്നെ. ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിനകത്തായാലും പുറത്തായാലും പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് ഡെറ്റേഴ്സ് ട്രയൽ ബാലൻസിന് പുറത്തുള്ളതേ കുറയ്ക്കാവൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇനി പ്രൊവിഷൻ്റെ കേസ് വരുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഡെറ്റേഴ്സിൻ്റെ 5% അല്ലേ പ്രൊവിഷൻ? ഡെറ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ? ഡെറ്റേഴ്സ് എത്ര? 31,000. നിങ്ങൾ ഈ 31,000-ൻ്റെ 5% എടുത്ത് വെക്കരുത്, തെറ്റാണ്. 31,000-ൻ്റെ അല്ല പിള്ളേരെ. അപ്പോൾ ഈ 31,000-ൽ നോക്കിക്കോണേ, ഈ ബാഡ് ഡെറ്റ് കുറച്ചിട്ടില്ല. 31,000-നകത്ത് ഈ ബാഡ് ഡെറ്റ് കുറഞ്ഞിട്ടില്ല. നമ്മൾ വിട്ടുപോയി, നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ 31,000 രൂപയാണോ ഡെറ്റേഴ്സ്? അല്ല, 30,000 ഉള്ളൂ. ഈ ബാഡ് ഡെറ്റ് കുറയണം. സോ പ്രൊവിഷൻ കണ്ടുപിടിക്കാനുള്ള ഡെറ്റേഴ്സ് എടുക്കുമ്പോൾ അഡീഷണൽ ബാഡ് ഡെറ്റ് കുറയ്ക്കണം. 30,000-ൻ്റെ 5%. 30,000-ൻ്റെ 5% ഇവിടെ പ്രൊവിഷൻ.
മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഡെറ്റേഴ്സിൻ്റെ 5% എന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസിനകത്ത് 31,000 ഉണ്ട്. പക്ഷേ നമ്മളൊരു 1,000 രൂപ ബാഡ് ഡെറ്റ് ശ്രദ്ധയിൽപ്പെടാതെ പോയി. അതാണ് ട്രയൽ ബാലൻസിന് പുറത്ത് വന്നത്. അത് ഡെറ്റേഴ്സിൽ നിന്ന് കുറയണം. വേണ്ടേ? വേണം. ബാക്കി 30,000-ൻ്റെ 5%. 30,000-ൻ്റെ 5%. ഇതാ നോക്കിക്കോ, ഇതാ കണ്ടോ, 1,500. 30,000-ൻ്റെ 5%, 1,500 P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറയുന്നത് മിക്കവാറും ഡെറ്റേഴ്സിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ട്രയൽ ബാലൻസിന് പുറത്ത് ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ ആ ബാഡ് ഡെറ്റ് ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ചതിന് ശേഷമുള്ള ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടിൻ്റെ പെർസെൻറ്റേജേ കാണാവൂ. അങ്ങനെ കണ്ടുകിട്ടുന്ന എമൗണ്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കണം. ഇത്രയുമാണ് ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിനകത്ത്, ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിന് പുറത്ത്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ട്രയൽ ബാലൻസിന് പുറത്താണ്. ഞാൻ അത് കാണിച്ചു തരാം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് കണ്ടോ, ട്രയൽ ബാലൻസിന് പുറത്താണ്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ട്രയൽ ബാലൻസിനകത്തുള്ള ബാഡ് ഡെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക മാത്രം. കാര്യം അത് ഓൾറെഡി ഡെറ്റേഴ്സിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടോ. റീസൺ പറയുമല്ല, ഞാൻ കാണാൻ പഠിപ്പിക്കുകയൊന്നുമല്ല. ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡ് ഡെറ്റ് അങ്ങനൊരു കാര്യം റെക്കോർഡ് ചെയ്തിട്ടേ ഇല്ല. സോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ എഴുതണം, ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യണം. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ട്രയൽ ബാലൻസിന് പുറത്താണ്. ഞാനിപ്പോൾ അതേ പറയുന്നോളേ, ട്രയൽ ബാലൻസിന് പുറത്താണ്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? എത്രയാണോ പ്രൊവിഷൻ അത് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഡെറ്റേഴ്സിൽ നിന്നും ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡ് ഡെറ്റ് കുറയ്ക്കണം. ബാക്കി എമൗണ്ടിൻ്റെ പെർസെൻറ്റേജേ കാണാവൂ. എന്നിട്ടത് P&L ഡെബിറ്റ് ചെയ്യണം, ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുകയും വേണം. ഒറ്റ കാര്യം ഞാൻ പറയൂ, ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് എന്നും പറഞ്ഞ് എഴുതുന്ന ഫൈനൽ എമൗണ്ട് മസ്റ്റ് ബി ഗുഡ് ഡെറ്റ്. ഇൻ ബാലൻസ് ഷീറ്റ് ദ ഫൈനൽ എമൗണ്ട് ഓഫ് ഡെറ്റേഴ്സ് മസ്റ്റ് ബി ഗുഡ് ഡെറ്റ്. അത് റൂളാണ്. ബാഡ് ഡെറ്റോ, അതായത് കിട്ടില്ല എന്ന് ഉറപ്പുള്ളതും കുറയ്ക്കണം, കിട്ടാതിരിക്കാം അതൊന്നും പറ്റത്തില്ല. ഗുഡ് ഡെറ്റ് മാത്രമേ ബാലൻസ് ഷീറ്റിൽ കാണിക്കാവൂ. അതുകൊണ്ട് തന്നെ ബാഡ് ഡെറ്റും കുറയ്ക്കണം, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റും കുറയ്ക്കണം. ഇത്രയും ഓക്കെ ആണല്ലോ, തീർന്നിട്ടില്ല. ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിനകത്തുമുണ്ട് പുറത്തുമുണ്ട്, അത് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഞാനിപ്പോൾ ട്രയൽ ബാലൻസിന് പുറത്തുള്ളതാണ് പഠിപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾ ഒരെണ്ണം കൂടെ വരുമല്ലോ ഓർഡറിൽ. ഏതാ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ട്രയൽ ബാലൻസിനകത്ത്. ഇവനാളൊരു ചെറിയൊരു പ്രശ്നക്കാരനാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കാണാതെ പഠിച്ച് വെക്കുന്ന പിള്ളേരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പരീക്ഷ കഴിയുമ്പോൾ മറന്നു, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ട്രയൽ ബാലൻസിനകത്ത്. ട്രയൽ ബാലൻസിനകത്ത് പ്രൊവിഷൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ട്രയൽ ബാലൻസിനകത്ത് എങ്ങനെയാണ് പ്രൊവിഷൻ വരുന്നത്? അതാണ് ആദ്യത്തെ ചോദ്യം. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ട്രയൽ ബാലൻസിനകത്ത് പ്രൊവിഷൻ വരാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് ആ ട്രയൽ ബാലൻസിനകത്ത് പ്രൊവിഷൻ വന്നത്? അതാണ് ആദ്യത്തെ ചോദ്യം. അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. 2018 ജനുവരി 1-ാം തീയതി ഞാനൊരു ബിസിനസ് തുടങ്ങുന്നു. ബാക്കിലോട്ട് വേണ്ട. ഓക്കെ, 2018 ജനുവരി മാസം 1-ാം തീയതി ഞാനൊരു ബിസിനസ് തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തേ ഉള്ളേ. ഞാൻ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോയി ഡിസംബർ 31 ബുക്ക് ക്ലോസ് ചെയ്യണം. ഡിസംബർ 31 എനിക്ക് ബുക്ക് ക്ലോസ് ചെയ്യണമല്ലോ. യെസ്, ഡിസംബർ 31 ബുക്ക് ക്ലോസ് ചെയ്യണം. ഡിസംബർ 31 ബുക്ക് ക്ലോസ് ചെയ്യുന്ന ആ സമയത്ത് എനിക്ക് മനസ്സിലായി, ശ്രദ്ധിച്ചോണം, എനിക്ക് മനസ്സിലായി കുറച്ച് ബാഡ് ഡെറ്റ് ഉണ്ടാവും. വീണ്ടും ഞാൻ ബുക്കിൽ രേഖപ്പെടുത്താത്ത, അതായത് കുറച്ച് ബാഡ് ഡെറ്റ് ഉണ്ടായെന്ന് ഉറപ്പാണ്. പിന്നീട് അടുത്ത വർഷത്തേക്ക്, അതായത് ഞാൻ ഈ ഡിസംബർ 31 വരെ, അതായത് ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെയുള്ള എൻ്റെ ട്രാൻസാക്ഷനിൽ നിന്ന് എനിക്ക് കുറച്ച് ബാഡ് ഡെറ്റ് ഉണ്ടായി. ഓക്കെ, കൂടാതെ കുറേ ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടുണ്ട്. ഞാൻ കുറേ ക്രെഡിറ്റ് സെയിൽ നടത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൈസയ്ക്ക് ഇനി എന്നേ കിട്ടൂ? അടുത്ത വർഷമേ കിട്ടൂ. മനസ്സിലാവുന്നില്ല? അതൊക്കെ 2019 എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 2018 ഡിസംബർ 31 നോക്കുമ്പം ഞാൻ കുറേ ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ആ പൈസയൊക്കെ ഇനി എനിക്ക് അടുത്ത വർഷമേ കിട്ടൂ. ക്ലിയർ ആണല്ലോ? ശരി, ഇനി ശ്രദ്ധിച്ചോണേ. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ എല്ലാം കൂടെ ഒരു 5 ലക്ഷം രൂപയാണ്. 2018 ഡിസംബർ
31 കണക്കനുസരിച്ച് എനിക്കിനി കിട്ടാനുള്ളത് 5 ലക്ഷം രൂപയുടെയാണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ ഇപ്പോഴും പെൻഡിങ് ഉള്ളത് 5 ലക്ഷം ആണല്ലോ. അപ്പോൾ എനിക്കൊരു സംശയം, 2018 ഡിസംബർ 31 നിൽക്കുവാണേ, ഇതിനകത്തുനിന്നൊരു 30,000 രൂപ ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. 30,000 രൂപ ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ വർഷം ഒരു 30,000 രൂപ പ്രൊവിഷനും കൂടെ വെച്ചു. 2018 2018 ഡിസംബർ 31 ഞാൻ ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 30,000 രൂപ 30,000 രൂപ പ്രൊവിഷൻ അങ്ങ് വെച്ച്, 30,000 രൂപ പ്രൊവിഷൻ വെച്ച് അടുത്ത വർഷത്തേക്കാണ്. ഞാൻ ഈ വർഷം പ്രൊവിഷൻ എഴുതി മാറ്റുന്നത് അടുത്ത വർഷം കിട്ടിയില്ലെങ്കിലോ എന്ന് പേടിച്ച് തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഞാൻ ബുക്ക് ക്ലോസ് ചെയ്തു. ഓക്കെ, എല്ലാം എഴുതി. അതായത് P&L അക്കൗണ്ടിൽ ഈ പറഞ്ഞ പ്രൊവിഷൻ ഡെബിറ്റ് ചെയ്തു, ബാലൻസ് ഷീറ്റ് ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ചു, അങ്ങനെ എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചു. ഓക്കെ ആണല്ലോ. 2019 2019 ആയിട്ടുണ്ടേ. എൻ്റെ കയ്യിൽ ഓൾറെഡി എത്ര പ്രൊവിഷൻ ഉണ്ട്? നോ പ്രോബ്ലം, ഞാൻ 30,000 രൂപ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. ഒന്നും പേടിക്കാനില്ല. 2018 തന്നെ ഞാൻ 30,000 രൂപ പ്രൊവിഷൻ വെച്ചു. 2019 അപ്പോൾ ഞാൻ ഈ 30,000 രൂപ പ്രൊവിഷൻ വെച്ചിരിക്കുന്നത് എന്തിനാണ്? 2019 എനിക്ക് 30,000 രൂപ കിട്ടത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചാണ്. ആണല്ലോ. 2019 ആയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് 20,000 രൂപ മാത്രമാണ്. എനിക്ക് ആ പറയുന്ന 2018 ക്രെഡിറ്റ് സെയിലിൽ നിന്ന് ഞാൻ 30,000 രൂപ കിട്ടില്ല എന്ന് വിചാരിച്ച് പ്രൊവിഷൻ വെച്ച സിറ്റുവേഷനിൽ എനിക്ക് 20,000 രൂപയെ ബാഡ് ഡെറ്റ് വന്നോളൂ. 20,000 രൂപയെ ബാഡ് ഡെറ്റ് വന്നോളൂ. 2019 20,000 രൂപയെ ബാഡ് ഡെറ്റ് വന്നോളൂ. ഇത്രയും മനസ്സിലായോ? പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. ആണല്ലോ. ഇത്രയും ഓക്കെ. ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. 2018 ഞാൻ ബിസിനസ് തുടങ്ങുന്നു. നല്ല കച്ചവടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടത്തിനൊക്കെ കൊടുക്കാറുണ്ട്. 2018 ഡിസംബർ 31 കണക്ക് നോക്കുമ്പം 5 ലക്ഷം രൂപ ഇപ്പോഴും ക്രെഡിറ്റ് സെയിൽ. ഒരു വിശ്വാസക്കുറവിൻ്റെ പുറത്ത് ഞാനൊരു 30,000 രൂപ പ്രൊവിഷൻ വെച്ച് 2018 ബുക്ക് ക്ലോസ് ചെയ്തു. അപ്പോൾ 2019 എൻ്റെ റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്ര രൂപ കിട്ടത്തില്ല എന്ന്. ഓക്കെ, 2019 ബാഡ് ഡെറ്റ് വെറും 20,000 ഞാൻ ആ വെച്ചതിൻ്റെ പുറത്ത് 20,000 രൂപ ബാഡ് ഡെറ്റ് ആയുള്ളൂ. ഇത്രയും ഓക്കെയാണ്. അപ്പോൾ എനിക്ക് പ്രൊവിഷനിൽ നിന്ന് എത്ര രൂപ ലാഭം? 30,000 രൂപ കരുതി വെച്ചെങ്കിലും 20,000 നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 10,000 രൂപ കരുതൽ അവിടെ ഇരിപ്പുണ്ട്. 30,000-ൽ 10,000 രൂപ ഇപ്പോഴും പ്രൊവിഷൻ ഇരിപ്പുണ്ട്. ആണല്ലോ. 10,000 രൂപ ഇപ്പോഴും പ്രൊവിഷൻ ഇരിപ്പുണ്ടല്ലോ. ആ 10,000 രൂപയാണ് 2019 ട്രയൽ ബാലൻസിനകത്ത് വരുന്നത്. മനസ്സിലാവുന്നുണ്ട്? അതാണ് നിങ്ങൾ ഈ പറയുന്ന ഓൾഡ് പ്രൊവിഷൻ. ഓൾറെഡി ആ 10,000 ഇനിയും നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഒരു വർഷം നമ്മൾ പ്രൊവിഷൻ വെക്കും. ശ്രദ്ധിച്ച് കേട്ടോണേ, ഒരു വർഷം നമ്മൾ പ്രൊവിഷൻ വെക്കും. അതെന്തിനാണ് വെക്കുന്നത്? അടുത്ത വർഷത്തെ ബാഡ് ഡെറ്റ് മുൻകൂട്ടി കണ്ടാണ്. പക്ഷേ ആ പ്രൊവിഷൻ്റെ അത്രയും ബാഡ് ഡെറ്റ് ഉണ്ടാവത്തില്ല. ഓൾറെഡി ആ പ്രൊവിഷനും ബാഡ് ഡെറ്റും തമ്മിൽ ഡിഫറൻസ് വരും. മനസ്സിലാവുന്നുണ്ടോ? 30,000 രൂപ പ്രൊവിഷൻ വെച്ചെങ്കിലും 20,000 ബാഡ് ഡെറ്റ് വന്നോളൂ. സോ ഓൾറെഡി ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ 10,000 രൂപ പ്രൊവിഷൻ ഇപ്പോഴേ ഉണ്ട്. 10,000 രൂപ പ്രൊവിഷൻ ഉണ്ട്. ഇത് ഏത് വർഷത്തതാ? ഇത് 2018 പ്രൊവിഷനാണ്. 2018 10,000 രൂപ പ്രൊവിഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ 2019 ട്രയൽ ബാലൻസിനകത്തും ഈ 10,000 രൂപ പ്രൊവിഷൻ കാണും. ദാറ്റ് ഈസ് കോൾഡ് ഓൾഡ് പ്രൊവിഷൻ. അപ്പോൾ നിങ്ങൾ 2019 എത്ര രൂപ ബാഡ് ഡെറ്റ് ആയത്? 20,000 രൂപ. 20,000 രൂപ ബാഡ് ഡെറ്റ് ആയി. ഓക്കെ, നമ്മൾ എത്ര രൂപ കരുതി വെച്ചിരുന്ന? 30,000. ഇങ്ങനെയാണല്ലോ കേസ്. നമ്മൾ 30,000 രൂപയാണ് കരുതി വെച്ചിരുന്നത്. ഓക്കെ, 20,000 രൂപ ബാഡ് ഡെറ്റ് ആയി. ഓക്കെയാണ്, 20,000 രൂപ ബാഡ് ഡെറ്റ് ആയി. ബാക്കി എത്ര ഉണ്ട്? ബാലൻസ് 10,000 രൂപ ഇപ്പോഴും പ്രൊവിഷൻ ഉണ്ട്. ഈ 10,000 രൂപയാണ് നമ്മൾ കുറേ നേരം കൊണ്ട് പറയുന്ന ഓൾഡ് പ്രൊവിഷൻ. കാര്യം എന്താ ഓൾഡ് എന്ന് പറയാൻ? 2019 നമ്മളിപ്പോൾ സംസാരിക്കുന്നതെങ്കിലും ഈ 10,000 രൂപ 2018 വെച്ചതാണ്. ഓക്കെ, ഇനി 2019 പ്രൊവിഷൻ വെക്കണ്ടേ? 2019 പ്രൊവിഷൻ വെക്കണം. അത് ഏത് വർഷത്തേക്ക് മുൻകൂട്ടി കണ്ട? അത് 2020 മുൻകൂട്ടി കണ്ടാണ്. അപ്പോൾ 2020 മുൻകൂട്ടി കണ്ട് നമ്മൾ 2019 പ്രൊവിഷൻ വെക്കുന്നു. സേ ഫോർ എക്സാമ്പിൾ ഒരു 40,000 രൂപ പ്രൊവിഷൻ വെക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊരു 40,000 രൂപ ഈ വർഷം പ്രൊവിഷൻ വെക്കണം. 40,000 രൂപ ഈ വർഷം പ്രൊവിഷൻ വെക്കണം. ശ്രദ്ധിച്ച് കേട്ടോണേ, 2019 നമുക്കൊരു 40,000 രൂപ പ്രൊവിഷൻ വെക്കണം. പക്ഷേ 10,000 രൂപ ഓൾറെഡി കയ്യിലുണ്ട്. 2019 2020 മുൻകൂട്ടി കണ്ട് ഒരു 40,000 രൂപ പ്രൊവിഷൻ വെക്കണം. പക്ഷെ 40,000 ഇനി വെക്കണോ? വേണ്ട. ഓൾറെഡി 10,000 ഇപ്പോഴും കയ്യിലുണ്ട്. അതാണ് ഓൾഡ്. 2018 പ്രൊവിഷൻ ഇപ്പോഴും കയ്യിരിപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ പറയുന്ന 10,000 ഈ 40,000-നകത്ത് നമുക്ക് എടുക്കാം. ഈ 10,000 കൂടെ എടുത്തിട്ട് ഈ വർഷം 10,000 കൂടെ ചേർത്ത് 40,000 വെച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്
ട്രയൽ ബാലൻസിനകത്ത് തന്നിരിക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് ഈ വർഷം വെക്കേണ്ടുന്ന പ്രൊവിഷനിൽ നിന്ന് കുറയ്ക്കാം. നമ്മൾ ഈ വർഷം 40,000 രൂപ പ്രൊവിഷൻ വെക്കുന്നതിൽ നിന്ന് ഈ 10,000 കുറച്ച് ഇൻ എഫക്റ്റ് 30,000 രൂപ ഈ വർഷം പ്രൊവിഷൻ വെക്കുന്നുള്ളൂ. ഇങ്ങനെ കുറയ്ക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിനകത്താണ് പ്രൊവിഷൻ തന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഈ വർഷത്തെ പ്രൊവിഷനിൽ നിന്ന് കുറയ്ക്കണം. കാര്യം ഈ വർഷത്തെ പ്രൊവിഷൻ എത്രയാണെന്ന് പറഞ്ഞെങ്കിൽ ആ എമൗണ്ടിൻ്റെ ഒരു പോർഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്നാണ്. ഈ കോണ്ടെക്സ്റ്റിൽ ഓൾറെഡി 10,000 കയ്യിലുണ്ട്. ഈ വർഷം 40,000 പ്രൊവിഷൻ വെക്കണം. പക്ഷെ 40,000 വെക്കണോ വേണ്ട, കാര്യം ഓൾറെഡി 10 ഉണ്ടല്ലോ. നമുക്ക് 40,000 എന്ന എമൗണ്ട് വെക്കാൻ ഈ വർഷം 30,000 എടുത്താൽ മതി. അതുകൊണ്ടാണ് ആ ഓൾഡ് പ്രൊവിഷൻ കുറയ്ക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇതാണ്. ട്രയൽ ബാലൻസിനകത്ത് തന്നിരിക്കുന്ന പ്രൊവിഷൻ ട്രയൽ ബാലൻസിനകത്ത് തന്നിരിക്കുന്ന പ്രൊവിഷൻ അത് കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ്റെ ബാക്കിയാണ്. നമ്മൾ ആ എമൗണ്ട് ഈ വർഷം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വർഷം എത്ര രൂപയാണോ പ്രൊവിഷൻ വെക്കേണ്ടത് ആ എമൗണ്ടിൽ നിന്ന് അത് കുറയ്ക്കാം. ഈ കുറയ്ക്കാമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രൊവിഷൻ നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. ഈ വർഷം 40,000 രൂപ പ്രൊവിഷൻ വെക്കണം, സമ്മതിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വർഷം 40,000 രൂപ പ്രൊവിഷൻ വെക്കണമെന്ന് കാണിക്കാതെ 40,000 നിന്ന് ഈ 10,000 എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 10,000 ഓൾഡ് പ്രൊവിഷൻ കുറയ്ക്കണം. ഇൻ എഫക്റ്റ് ഈ വർഷം 30,000 രൂപ പ്രൊവിഷൻ വെച്ചാൽ മതി. കണക്കിൽ 40,000 വെക്കണമെന്നാണെങ്കിലും കഴിഞ്ഞ കൊല്ലത്തെ 10,000 വീണ്ടും ഇരിക്കില്ല. അതിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോ ഇൻ എഫക്റ്റ് ഈ വർഷം 30,000 വെച്ചാൽ മതി എന്ന് കാണിക്കാൻ ഓൾഡ് പ്രൊവിഷൻ കുറയ്ക്കും. അപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് തന്നിരിക്കുന്ന പ്രൊവിഷൻ ശ്രദ്ധിച്ചോണേ. ട്രയൽ ബാലൻസിനകത്ത് തന്നിരിക്കുന്ന പ്രൊവിഷൻ അത് കഴിഞ്ഞ വർഷത്തേതാണ്. അതെന്ത് ചെയ്യണം? കറണ്ട് ഇയർ പ്രൊവിഷൻ എത്രയാണോ വെക്കാൻ പറയുന്നത് ആ എമൗണ്ടിൽ നിന്ന് കുറയ്ക്കണം. വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ട്രയൽ ബാലൻസിനകത്തുള്ള പ്രൊവിഷൻ കറണ്ട് ഇയർ പ്രൊവിഷനിൽ നിന്ന് കുറയ്ക്കണം. അതിൻ്റെ റീസണാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ വെച്ചതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ കുറച്ച് ബാക്കി വെച്ചാൽ പോരെ. നമ്മുടെ കയ്യിൽ ഓൾറെഡി പൈസ ഉണ്ടോ. അപ്പോൾ ഈ വർഷം എത്രയാണോ വെക്കാൻ പറയുന്നത് അത് ആ കയ്യിലിരിക്കുന്ന പൈസ കഴിഞ്ഞിട്ട് ബാക്കി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ലോജിക്ക്. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരും. ട്രയൽ ബാലൻസിനകത്ത് ബാഡ് ഡെറ്റ് എല്ലാം പറഞ്ഞുതരാം. കണ്ടോ? ട്രയൽ ബാലൻസിനകത്ത് പ്രൊവിഷൻ ഡെറ്റേഴ്സ് ട്രയൽ ബാലൻസിന് പുറത്ത് ബാഡ് ഡെറ്റ്, ട്രയൽ ബാലൻസിന് പുറത്ത് പ്രൊവിഷൻ എല്ലാം ആയി. ട്രയൽ ബാലൻസിനകത്ത് ബാഡ് ഡെറ്റ്, ട്രയൽ ബാലൻസിനകത്ത് പ്രൊവിഷൻ, ട്രയൽ ബാലൻസിന് പുറത്ത് ബാഡ് ഡെറ്റ്, ട്രയൽ ബാലൻസിന് പുറത്ത് പ്രൊവിഷൻ. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പിനൊന്നും ഒരു മാറ്റവും ഇല്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രയൽ ബാലൻസിനകത്തുള്ളതും പുറത്തുള്ളതും ബാഡ് ഡെറ്റ് എഴുതുക. ട്രയൽ ബാലൻസിനകത്തുള്ള ബാഡ് ഡെറ്റും പുറത്തുള്ള ബാഡ് ഡെറ്റും എഴുതുക. ഡെറ്റേഴ്സിൽ നിന്ന് ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡ് ഡെറ്റ് മാത്രം കുറയ്ക്കുക. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ വർഷം എത്ര പ്രൊവിഷൻ മാറ്റി വയ്ക്കാൻ പറയുന്നു? ഡെറ്റേഴ്സിൻ്റെ 5% 1,500 മാറ്റി വെച്ചേക്കാം. അത് ഡെറ്റേഴ്സിൽ നിന്നും കുറയണം. ഇനി ഒറ്റ കാര്യം ചെയ്താൽ മതി, ശ്രദ്ധിച്ച് കേട്ടോണേ. നമുക്ക് ഈ വർഷം 4,800 രൂപ ബാഡ് ഡെറ്റ് ഉണ്ടായി, 1,000 രൂപ പിന്നെയും ബാഡ് ഡെറ്റ് ഉണ്ടായി. അപ്പോൾ മൊത്തം 5,800 രൂപ ബാഡ് ഡെറ്റ് ഉണ്ടായി. ആയിക്കോട്ടെ. കൂടാതെ ഈ വർഷം 1,500 രൂപ പ്രൊവിഷൻ വെക്കാനും പറയുന്നുണ്ട്. ഇതിനെല്ലാത്തിനും കൂടെ 7,300 രൂപ ചിലവാകും. ഈ വർഷത്തെ ബാഡ് ഡെറ്റ് 4,800 പ്ലസ് 1,000 5,800, പിന്നെ 1,500 രൂപ പ്രൊവിഷൻ വെക്കണം. ഇത്ര ഓക്കെയാണേ. ഓൾറെഡി 1,400 രൂപ പ്രൊവിഷൻ കഴിഞ്ഞ കൊല്ലത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്. സോ ഇതിൽ നിന്ന് അത് കുറയ്ക്കാം. അപ്പോൾ 1,400 രൂപ പ്രൊവിഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ലാസ്റ്റ് കുറച്ച് ബാക്കി എമൗണ്ട് എഴുതിയാൽ മതി. സോ അപ്പോൾ ബാഡ് ഡെറ്റ് കണ്ടോ, ബാഡ് ഡെറ്റ് അതിൻ്റെ കൂടെ അഡീഷണൽ ബാഡ് ഡെറ്റ് കൂട്ടാം. പിന്നെ ഈ വർഷത്തെ പ്രൊവിഷനും കൂട്ടുക. ലാസ്റ്റ് ട്രയൽ ബാലൻസിനകത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി 1,400 രൂപ നമ്മുടെ കയ്യിൽ സേഫായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ വർഷം വെക്കിയെന്ന് പറയുന്നതിനകത്ത് ഈ വർഷം 1,500 അല്ലേ വെക്കാൻ പറയുന്നത്. ഇങ്ങോട്ട് നോക്ക്, ഈ വർഷം 1,500 രൂപയല്ലേ പ്രൊവിഷൻ വെക്കാൻ പറയുന്നത്. അപ്പോൾ ഓൾറെഡി 1,400 കയ്യിലുണ്ടല്ലോ. ഇൻ എഫക്റ്റ് ഇവിടെ 100 രൂപ വെക്കുന്നുള്ളൂ ഈ വർഷം. മനസ്സിലാകുന്നുണ്ടോ? 1,500 1,400 രൂപ കഴിഞ്ഞ വർഷത്തെ തന്നെ കയ്യിരിപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വർഷം സത്യത്തിൽ 100 രൂപയുടെ പ്രൊവിഷൻ ഈ വർഷം വെക്കേണ്ട കാര്യമുള്ളൂ. ഇതാണ് ലോജിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്താ പറയുക ബാഡ് ഡെറ്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്.
ഓക്കെ, ഈ പറഞ്ഞതാണ് നിങ്ങൾ പക്ഷേ സ്കൂളിലൊക്കെ പണ്ടേ പഠിച്ചു വെച്ചത്. ബാഡ് ഡെറ്റ്, ആഡ് ഫർദർ ബാഡ് ഡെറ്റ്, ആഡ് ന്യൂ പ്രൊവിഷൻ, ലെസ് ഓൾഡ് പ്രൊവിഷൻ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ കേസ്. പക്ഷേ ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്താണ് കൂട്ടുന്നത്, എന്താണ് കുറയ്ക്കുന്ന അർത്ഥമാണ് പറഞ്ഞു തന്നത്. ഡിഗ്രിക്ക് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ പഠിക്കണം. ഓക്കെ, ഇനി ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ. വീണ്ടും കണ്ടിന്യൂഷൻ. ബാഡ് ഡെറ്റ് റിക്കവേർഡ്. കിട്ടില്ല എന്ന് വിചാരിച്ചത് കിട്ടി. ബാഡ് ഡെറ്റ് റിക്കവേർഡ്. കിട്ടില്ല എന്ന് വിചാരിച്ചത് കിട്ടി. ദയവ് ചെയ്ത് ഇദ്ദേഹത്തിനെ ഈ പറഞ്ഞതിനോടൊന്നിനോടും കണക്ട് ചെയ്യേണ്ട. അതെന്താണെന്ന് വെച്ചാൽ ഇവനൊരു ഒറ്റപ്പെട്ടവനാണ്. ബാഡ് ഡെറ്റ് റിക്കവേർഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്താൽ മാത്രം മതി. ഇതിനകത്തൊന്നും കൊണ്ടൊന്നും കൂട്ടിക്കുഴയ്ക്കണ്ട. ഇതാ ബാഡ് ഡെറ്റ് റിക്കവേർഡ് 600 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ്. വേറെ ഒന്നുമില്ല. ബാഡ് ഡെറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബാഡ് ഡെറ്റ് റിക്കവേർഡ് സിംപ്ലി പി ആൻഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ്. വേറെ ഒന്നുമില്ല. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു പാവപ്പെട്ടവനാണ്. നമ്മുടെ ഈ ബാഡ് ഡെറ്റുമായിട്ട് യാതൊരു തരത്തിലും മിക്സ് ആവത്തില്ല. അപ്പോൾ ബാഡ് ഡെറ്റ് റിക്കവേർഡ് എന്ന് പറയുന്നത് പി ആൻഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ്, വേറെ ഒന്നും ചെയ്യില്ലേ. ഓക്കെ, അപ്പം ബാഡ് ഡെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിനകത്താണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, വേറൊന്നും വേണ്ട. ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിന് പുറത്താണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുക. ഈ വർഷത്തെ പ്രൊവിഷൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചോണം. പിന്നീട് പ്രൊവിഷൻ ട്രയൽ ബാലൻസിനകത്ത് വരും. പ്രൊവിഷൻ ട്രയൽ ബാലൻസിനകത്തും പുറത്തും വരും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിനകത്ത് പുറത്ത്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ട്രയൽ ബാലൻസിനകത്ത് പുറത്ത്, ഇങ്ങനെ 4 അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ ബാഡ് ഡെറ്റ് റിക്കവേർഡ് അതിനകത്ത് വരുന്നതൊന്നുമല്ല. ബാഡ് ഡെറ്റ് റിക്കവേർഡ് ചുമ്മാ പി ആൻഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താൽ മാത്രം മതി. ഇതാണ് കേസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബാഡ് ഡെറ്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ 6 അഡ്ജസ്റ്റ്മെൻറ്റേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് 6ാമത്തെയാണ്. ഞാനീ പറഞ്ഞത് മുഴുവനും ഒരു സിംഗിൾ അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് 7ാമത്തെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ.